and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഒരു കാച്ചിയ എണ്ണയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചിലും മുടി വളരാൻ ബുദ്ധിമുട്ടും അകാല നരയും നെറ്റി കയറലും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ചിലർക്കോ കഷണ്ടിയും ഇൻഫെക്ഷനും അലോപീഷ്യ ഡാൻഡ്രഫ് പോലത്തെ പ്രശ്നങ്ങളും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഒറ്റ സൊല്യൂഷൻ ആണ് ഈ ഒരു എണ്ണ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കഷണ്ടിയുള്ള ആളാണെങ്കിൽ ഈ എണ്ണ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവില്ല. കഷണ്ടിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, അതായത് നിങ്ങൾ റീസെന്റ് ആയിട്ടാണ് കഷണ്ടി കണ്ടു തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ഈ എണ്ണ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുണ്ടാവും. ഈ ഒറ്റമൂലി എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സസ്യം ഭൃംഗരാജാണ്. മലയാളത്തിൽ കയ്യൂന്നി, കഞ്ഞുണ്ണി എന്നെല്ലാം പറയും. ഇതിന്റെ സയന്റിഫിക് നെയിം എക്ലിപ്റ്റ ആൽബ എന്നാണ്. ഈ സസ്യത്തിന് കിങ് ഓഫ് ഹെർബ്സ് എന്ന് പറയും, അതായത് സസ്യങ്ങളുടെ രാജാവ് എന്നാണ് പറയാ. അത്രയും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു സസ്യമാണ് ഈ ഭൃംഗരാജ് എന്ന് പറയുന്നത്. ഇത് തോരൻ ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചലും മുടി വളരാനായിട്ടും വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ കരളിലെല്ലാം വളരെ നല്ലതാണ് ഈ കയ്യൂന്നി എന്ന് പറയുന്ന ഈ ഒരു സസ്യം എന്ന് പറയുന്നത്. ഇതൊരു ചീര വകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്ത് കിട്ടുകയാണെങ്കിൽ മിസ് ചെയ്യാതെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളുക. അതായത് ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും ഇത് ഉൾക്കൊള്ളാനായിട്ട് നോക്കുക. ഈ കഞ്ഞുണ്ണി 2 തരത്തിലുണ്ട്. ഒന്ന് വെള്ള പൂക്കൾ ഉള്ളതും പിന്നെ ഒന്ന് മഞ്ഞ പൂക്കൾ ഉള്ളതുമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളതായാലും നമുക്ക് ഒരുപോലെ ഉപയോഗപ്രദമാണ്. നിങ്ങൾക്ക് അടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അവസാനം നമ്മൾ ഫ്രഷ് ഭൃംഗരാജിന്റെ ഇലകൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എണ്ണ കാച്ചാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ 200 ml, ഭൃംഗരാജിന്റെ പൊടി അതായത് കയ്യൂന്നിന്റെ പൊടി 50 ഗ്രാമാണ് വേണ്ടത്. ഈ പൊടി നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ആദ്യം ഒരു അടി കട്ടിയുള്ള ചട്ടി എടുക്കുക. എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ അടി കട്ടിയുള്ള ചട്ടിയിൽ വേണം എണ്ണ കാച്ചാനായിട്ട്. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കാച്ചിയെടുക്കാം. ഇരുമ്പ് ചട്ടിയിൽ കാച്ചി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സസ്യമായാലും പൗഡർ ആയാലും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വളരെ നല്ലതാണ് ഇരുമ്പ് ചട്ടി. അപ്പോൾ ഇരുമ്പ് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. 200 ml ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 50 ഗ്രാം ഭൃംഗരാജിന്റെ പൊടി അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി വിടുക. പൊടിയായതുകൊണ്ട് അടി പിടിക്കാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടി പിടിക്കാനായിട്ട് വിടാൻ പാടില്ല, കരിയാനായിട്ടും വിടാൻ പാടില്ല. സിമ്പിൾ വെച്ചിട്ട് വേണം നമ്മളിത് കാച്ചിയെടുക്കാനായിട്ട്. എണ്ണ അടുപ്പിൽ വെച്ചിട്ട് എവിടെയും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കരിയാതെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ അടുത്ത് തന്നെ നിൽക്കുക. ചെറുതിയിൽ വെച്ചിട്ട് കാച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഭൃംഗരാജിന്റെ പൊടി ഉപയോഗിച്ചത് കൊണ്ട് കാച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയും. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ കാച്ചിക്കൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ എണ്ണ റെഡിയാവും. ഇത് തന്നെ നമ്മൾ ഫ്രഷ് ഇലകളാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. ഇതിപ്പോൾ പൊടിയായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാച്ചെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് കാച്ചെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം നമ്മളത് ഒരു തുണിയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. അരിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊടിയെല്ലാം തന്നെ നമ്മുടെ എണ്ണയിലേക്ക് വരും. അതുകൊണ്ട് നമ്മളൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട്, അതായത് നല്ല തിന്നായിട്ടുള്ള നമ്മൾ അരിക്കാനൊക്കെ യൂസ് ചെയ്യില്ല, ആ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അടുത്തത് കയ്യൂന്നിയുടെ ഫ്രഷ് ഇലകൾ കിട്ടുകയാണെങ്കിൽ അതിലെങ്ങനെ എണ്ണ കാച്ചാന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് കയ്യൂന്നിയുടെ ഇലകൾ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് കഴുകി ഫാനിൽ ഉണക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ പേസ്റ്റ് നമ്മൾ എള്ളെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഇട്ട് കാച്ചി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പച്ച നിറത്തിലുള്ള എണ്ണ കിട്ടും. നന്നായിട്ട് കാച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോകാതെ കാച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പച്ച നിറത്തിലുള്ള നമുക്ക് ഭൃംഗരാജ് ഓയിൽ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് പൊടിയായാലും ഇലയായാലും ഏത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. രണ്ടും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.